അപ്പോൾ നിങ്ങൾക്ക് ഒരു കസ്റ്റമറുണ്ട്, കസ്റ്റമർ നിങ്ങൾക്ക് ഓർഡറൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഈ ഓർഡർ തരുന്നുണ്ട്, അതുപോലെ ഓർഡേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അവരെടുത്തുകൊണ്ട് പോകുന്നില്ല, മേടിക്കുന്നില്ല എന്നൊരു പ്രോബ്ലം നമുക്ക് പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ മേടിക്കാത്ത കാരണം അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് നമ്മുടെ കമ്പനിയിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കിയാൽ ഏറ്റവും എളുപ്പമുള്ള വഴി കേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓർഡർ തന്നു, ഓർഡർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് കേസ് കൊടുക്കുക. നിങ്ങളും ആ കസ്റ്റമർ നമ്മൾ കോൺട്രാക്റ്റും ഒക്കെ കാണും, ആ കോൺട്രാക്റ്റ് അവർ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. പക്ഷേ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെടും, അത് നമുക്ക് വീണ്ടും വലിയ നഷ്ടത്തിലേക്ക് നമ്മൾ എത്തിക്കും. അങ്ങനെയൊക്കെ പേടിയുണ്ടാവും. പിന്നെ ആ കസ്റ്റമർ ഒരിക്കലും വരില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് വേറെ 1-2 മാർഗ്ഗങ്ങൾ പരീക്ഷിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്, ആ കസ്റ്റമർ നിങ്ങൾക്ക് ഓർഡർ തന്നിട്ട് പ്രോഡക്റ്റ് മേടിക്കാൻ സാധ്യതയില്ല. പ്രോഡക്റ്റ് മേടിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് ആ കസ്റ്റമറിന് വേറെ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടാവും, അവരുടെ ഇൻഡസ്ട്രിയിൽ വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവരെങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സാധ്യതയുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറ്റുമെങ്കിൽ ഈ ഓർഡറിൻ്റെ കൂടെ തന്നെ ഒരു അഡ്വാൻസ് മേടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അഡ്വാൻസ് മേടിക്കാൻ പറ്റില്ല, അതിന് സാധ്യതയില്ല എങ്കിൽ വേറെ ചില കാര്യങ്ങൾ പരീക്ഷിക്കാവുന്നതാണ്. ഒന്ന്, വലിയ ഓർഡേഴ്സ് ഒരുമിച്ച് ഫുൾഫിൽ ചെയ്യുന്നവരെ ബാച്ച് ബൈ ബാച്ച് ആയിട്ട് ഫുൾഫിൽ ചെയ്യുക. 1000 പ്രോഡക്ട്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് കസ്റ്റമർ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ഈ 1000 പ്രോഡക്ട്സ് ഒരുമിച്ച് ഡെലിവർ ചെയ്യുന്നതിന് പകരം ബാച്ച് ബൈ ബാച്ച് ആയിട്ട് ഡെലിവർ ചെയ്യുക. 100 പ്രോഡക്ട്സ്, 200, 300, അങ്ങനെ 100 പ്രോഡക്റ്റ് വെച്ച് ഈ കസ്റ്റമറിന് 1000 പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുക. ഓരോ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ 100 പ്രോഡക്റ്റ് മാത്രം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, അടുത്ത 100 പ്രോഡക്റ്റിന് അങ്ങനെ ഓരോ 100 പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് നിങ്ങൾ ഡെലിവർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാഷിനുള്ള സ്ട്രെസ് ഒന്ന് കുറഞ്ഞു കിട്ടും. അതുപോലെ ഈ ബാച്ചിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമറിൻ്റെ അടുത്ത് പേയ്മെൻറ്റ് ചോദിക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സാധ്യത നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ 1-2 മാർഗ്ഗങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് മേടിക്കാതെ പോകുന്ന കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാം. കോൺട്രാക്റ്റ് എഴുതുക, ലീഗലി മൂവ് ചെയ്യുക. മൂന്നാമത്, ബാച്ച് ബൈ ബാച്ച് ആയിട്ട് നിങ്ങൾ പ്രോഡക്ട്സ് ഡെലിവർ ചെയ്യുക. ഇങ്ങനത്തെ മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാം. അതുപോലെ തന്നെ അഡ്വാൻസും ചോദിച്ചു നോക്കാം.